കോഴിക്കോട് സ്റ്റേഡിയം സംബന്ധിച്ച് കായിക മന്ത്രി വി അബ്ദുറഹ്മാൻ നവംബറിൽ നടത്തിയ വാർത്താസമ്മേളനത്തിൻ്റെ വീഡിയോ മന്ത്രി മുഹമ്മദ് റിയാസ് പുറത്തുവിട്ടു. സർക്കാരിൻ്റെ വികസന പദ്ധതികൾ LDF സ്ഥാനാർത്ഥിക്ക് അനുകൂലമാകുമെന്ന UDF ഭയക്കുന്നതുകൊണ്ടാണ് ചട്ടലംഘനം ആരോപിച്ച് UDF പരാതി നൽകിയതെന്ന് മന്ത്രി പറഞ്ഞു. പെരുമാറ്റച്ചട്ടം ലംഘിച്ചെന്ന പരാതിയിൽ മന്ത്രി മുഹമ്മദ് റിയാസ് വെള്ളിയാഴ്ച മറുപടി നൽകിയിരുന്നു. കോഴിക്കോട് അന്താരാഷ്ട്ര സ്റ്റേഡിയം നിർമ്മിക്കുമെന്നത് പുതിയ പ്രഖ്യാപനമല്ല എന്ന് തെളിയിക്കാനാണ് മന്ത്രി PM മുഹമ്മദ് റിയാസ് 2023 നവംബർ 9 കായിക മന്ത്രി വി അബ്ദുറഹ്മാൻ നടത്തിയ വാർത്താസമ്മേളനത്തിന്റെ വീഡിയോ പുറത്തുവിട്ടത്. ഫിഫ സ്റ്റാൻഡേർഡിലുള്ള 2 ഇൻ്റർനാഷണൽ സ്റ്റേഡിയങ്ങൾ കേരളത്തിൽ തുടങ്ങി. ഏകദേശം ഇപ്പോൾ അതിൻ്റെ ഡിസൈനിങ് ഒക്കെ കഴിഞ്ഞു. ഒന്ന് മഞ്ചേരിയിലാണ്, മറ്റൊന്ന് ബേപ്പൂരിലാണ്. 2 പ്രധാനപ്പെട്ട സ്റ്റേഡിയങ്ങൾ. മെയ് 2 കോഴിക്കോട് നടന്ന സ്പോർട്സ് ഫ്രറ്റേണിറ്റി പരിപാടിയിൽ മന്ത്രി മുഹമ്മദ് റിയാസ് ഇതാണ് ആവർത്തിച്ചത്. കോഴിക്കോട് ഒരു ഇന്റർനാഷണൽ സ്റ്റേഡിയം യാഥാർത്ഥ്യമാക്കാൻ LDF സർക്കാർ നിശ്ചയിച്ച സന്തോഷ വിവരം നിങ്ങളെ അറിയിക്കുന്നത് നേരത്തെ തന്നെ പറഞ്ഞ കാര്യങ്ങളാണ്. ഞാനത് ഒരു പുതിയ കാര്യമായിട്ടല്ല ഇവിടെ അവതരിപ്പിക്കുന്നു. കോഴിക്കോട് അന്താരാഷ്ട്ര നിലവാരമുള്ള സ്റ്റേഡിയം വരുന്നതിൽ എല്ലാവരും ഒരുമിച്ച് നിൽക്കേണ്ടതല്ലേ എന്ന് മന്ത്രി ചോദിച്ചു. LDF സർക്കാരിൻ്റെ വികസന പദ്ധതികൾ LDF സ്ഥാനാർത്ഥി എളമരം കരീമിന് അനുകൂലമാകുമെന്ന് UDF ഭയക്കുന്നതുകൊണ്ടാണ് തനിക്കെതിരെ ചട്ടലംഘന ആരോപണം UDF ഉന്നയിച്ചത്. വികസനം മുടക്കികളായി UDF മാറിയെന്നും മന്ത്രി പറഞ്ഞു. LDF സർക്കാർ കോഴിക്കോടിന് വേണ്ടി ചെയ്ത വികസന പ്രവർത്തനങ്ങൾ അത് LDF സ്ഥാനാർത്ഥി സഖാവ് എളമരം കരീമിന് വോട്ട് അനുകൂലമായി മാറുമെന്നുള്ള ഭയം കോഴിക്കോട്ട് ലോക്സഭാ മണ്ഡലത്തിൽ UDFന് ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഇതിലൊരു പ്രധാന പ്രശ്നം. കോഴിക്കോട്ടെ MP ചെയ്ത വികസന പ്രവർത്തനങ്ങൾ പറയാനൊന്നുമില്ല എന്ന് കരുതി LDF സർക്കാർ നടത്തിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ ഇങ്ങനെ വിവാദം സൃഷ്ടിച്ച് മുന്നോട്ട് പോകുന്നത് ശരിയാണോ? ജില്ലാ കളക്ടറുടെ നോട്ടീസ് തനിക്ക് ലഭിക്കും മുമ്പ് മാധ്യമങ്ങൾക്ക് കിട്ടുന്നത് ശരിയായ പ്രവണതയല്ലെന്നും മന്ത്രി അഭിപ്രായപ്പെട്ടു. കൈരളി ന്യൂസ്, കോഴിക്കോട്.